പ്രതിഭകളുടെ രാഗതാള വിസ്മയങ്ങളുമായി ഫ്ലവേഴ്സിൽ മറ്റൊരു വസന്തത്തിന് തിരശീല ഉയരുന്നു. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി നടന്ന ഓഡീഷനുകളിൽ നിന്നും തിരഞ്ഞെടുത്ത കുട്ടിപ്പാട്ടുകാർ ആലാപന വിസ്മയത്തിന്റെ അവകാശികളായി നമുക്ക് മുൻപിലെത്തുമ്പോൾ കാതോർക്കുവാനും കണ്ണിമച്ചിമാതെ കണ്ടുകൊണ്ടിരിക്കുവാനും ഫ്ലവേഴ്സ് ഒരുക്കുന്നു ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ. സംഗീതാകാശത്ത് പറവകൾ പോലെ പാറിപ്പറക്കാൻ കുഞ്ഞു ബാല്യം കൈവിടാത്ത പൊട്ടിച്ചിരികളുമായി കുട്ടിപ്രതിഭകൾ വരികയായി. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. ഫസ്റ്റ് നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആൻഡ് സ്പെഷ്യൽ ഗസ്റ്റ് ഇന്നസെന്റ് അങ്കിൾ. ക്യൂട്ടി ടോപ്പ് സിംഗറിന്റെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീജി. കേൾക്കാൻ ഇൻപമുള്ള ഒരുപാട് ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച MJG. The very cute and sweet സിദ്ധു. Cutie the Beauty Soap Top Singer powered by Chungar Jewelry le Kutti Kurumbi. Tirtha from Malappuram. Hello Tirtha. Hi, എന്ത് ചേച്ചി? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. സോ ഇന്ന് എക്സൈറ്റഡ് ആണോ ഈ സ്റ്റേജിൽ വരാനായിട്ട്? ഓ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഞാൻ സർഗം ഫിലിമിലെ സംഗീതമേ അമരസല്ല. ഹായ്, എൻ്റെ പേര് തീർത്ത. ഞാൻ മലപ്പുറത്തു നിന്നാണ് വരുന്നത്. ഇവിടെ എത്താൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. ഓഡീഷനിലൊക്കെ വന്നപ്പോൾ എല്ലാവരും നല്ലോണം പാടുന്ന കുട്ടികളാണ്. അപ്പോൾ ഓഡീഷനിൽ കിട്ടി. അപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. 2 പാട്ട് പാടി തിരിച്ചു വരുമ്പോൾ എൻ്റെ കഴുത്തിൽ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൻ്റെ മെഡൽ ഉണ്ടാവണം. അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കും. എനിക്കൊരു വാശിയാണത്. ശ്രീജി എന്ത് പറയുന്നു? തീർത്ഥ, എന്തോ ഈ ക്ലാസ്സിലെല്ലാവരും തടിച്ച് വിളിക്കാറുണ്ടോ? വിളിക്കാറുണ്ട്. അതുകൊണ്ട് വണ്ണം കുറച്ചോ? കുറച്ചു. എത്ര കിലോ കുറച്ചു? ഞാൻ വെയിറ്റ് നോക്കിയിട്ടില്ല. ഒരു 2-3 കിലോ കുറഞ്ഞുണ്ടാവും. എന്തായാലും അതിനുള്ളൊരു ശ്രമം തുടങ്ങി. അപ്പോൾ വണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ പാട്ടിൻ്റെ വോയിസിൻ്റെ ശക്തി കൂടും. അപ്പം ധൈര്യമായിട്ട് പാടിക്കൂ. താങ്ക് യു.
പദനി സ പധ മപ സനി ഗരി ഗ സനി സ ധപനി ധ സനി രി സ ഗരി സ സനി സ മഗരി സരി ഗ രി ഗ മഗരി നി ധനി ഗരി സനി ധ സനി ധ പ മ പനി ധ പ മ ഗ ഗ മ മ പ പദ ധനി നി സ സനി രി ര സ മ രി ഗ ഗരി രി സ ധനി സരി സ ജ സ ധനി സ ഗരി രി സനി ധ ധനി സനി ധ പ മ മ പനി ധ ധ പ മ ഗ ഗ ഗ മനി ധ പ പ പദ നി സരി ഗ സ രി സനി ഗരി സനി സ നി സനി ധനി സനി ധ പദ ഗരി സ ഗ രി സനി ധ രി സനി രി സ നി ധ പ സനി ധ സനി ധ പ മ ഗ മ പദ പ മ പദ നി ധ പദ നി സനി ഗ മ പദ ഗ മ പദ പ മ പദ നി മ പ ധനി സ പദ നി സ പദ നി സ രി ഗ രി സനി സ നി സനി ധനി സനി ധ പദ പദ നി സ രി നി സ രി ഗ ഗരി സനി ധ രി സനി ധ പ ഗ മ പദ നി സംഗീതമേ അമര സല്ലാപമേ സംഗീതമേ അമര സല്ലാപമേ. അപ്പൊ തീർത്ഥ എന്തോ ഇപ്പൊ ഒരു കടമ്പ കഴിഞ്ഞു, ആ ഇനി അടുത്ത കടമ്പയിലോട്ടാണ് കയറുന്നത്. ആ സെലക്ഷൻ റൗണ്ടാണ്. അടുത്ത ഏതാ പാടുന്നേ? ഉദിച്ച ചന്ദ്രന്റെ ഉദിച്ച ചന്ദ്രന്റെ മുത്തല്ലേ മുത്തല്ലേ. ആ അത് വേണം, വരട്ടെ. ഹയ്യാ ഹോ ഹയ്യാ ഹോ ഹയ്യാ ഹോ ഹയ്യാ ഹോ. ഉദിച്ച ചന്ദ്രന്റെ ചന്തമായ ഞാനണിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ, നിനക്കു വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ തന്നില്ലേ. ഉദിച്ച ചന്ദ്രന്റെ ചന്തമായ ഞാനണിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ, നിനക്കു വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ തന്നില്ലേ. ഓ താരകങ്ങൾ കണ്ടുവച്ച പാരിജാതമല്ലേ, താഴെ എന്റെ കൂടണിഞ്ഞ പഞ്ചവർണ്ണ മല്ലേ, തങ്കമെന്റെ കങ്കവർണ്ണ പുണ്യൻ നീ എനിക്ക് മുത്താരം മുത്തല്ലേ, മുല്ലപ്പൂ തേനല്ലേ, മാനത്തിൻ വില്ലല്ലേ, മൗനത്തിൻ വക്കല്ലേ. ഉദിച്ച ചന്ദ്രന്റെ ചന്തമായി ഞാനണിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ, നിനക്കു വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ തന്നില്ലേ. ഹയ്യാ ഹോ ഹയ്യാ ഹോ. അഴകിൻ താഴ്വാരം അലിയുമി സംഗീതം തുണയായി നീ കോരുമോ, കാറ്റിൻ സല്ലവം കുളിരുന്ന കൂടാരം മടിയെ ഞാൻ വീഴുമോ. ഹൃദയങ്ങളൊന്നു ചേരും ഉദയങ്ങളായി മാറും, തിരമാല വന്നു മൂടും അലയാഴിയുള്ളിലാടും. ഓ താരകങ്ങൾ കണ്ടുവച്ച പാരിജാതമല്ലേ, താഴെ എന്റെ കൂടണിഞ്ഞ പഞ്ചവർണ്ണ മല്ലേ, തങ്കമെന്റെ കങ്കവർണ്ണ പുണ്യൻ നീ എനിക്ക് മുത്താരം മുത്തല്ലേ, മുല്ലപ്പൂ തേനല്ലേ, മാനത്തിൻ
ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പൊ ഈ പറഞ്ഞ 2 കടമ്പകളും ഇപ്പൊ കഴിഞ്ഞിരിക്കുക. ഇനിയിപ്പൊ എല്ലാം പറയേണ്ടത് ആരാ? ജഡ്ജസ് ആണ്. ഞാൻ സത്യം പറഞ്ഞാൽ അവിടെ ഇരുന്ന് ഡാൻസ് കളിച്ചോണ്ടിരിക്കുവായിരുന്നു. അത്രയും രസമായിരുന്നു കേൾക്കാനായിട്ട്. സോ ആരോട് ആദ്യം ചോദിക്കേണ്ടത്? ഇഷ്ടമുള്ള ആളോട് ചോദിക്കാം. പറഞ്ഞു. ചിത്ര ചേച്ചി. സിത്തു. മോള് കുട്ടിയെ ആ അസലായിട്ട് പാടി. താങ്ക് യു. എന്നിട്ട് പാടിയെന്നറിയാലോ അല്ലേ? നല്ലോണം നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള പാട്ടുകാരിയാണ് മോള്. നല്ല ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ അറിയാം. ഭയങ്കര മെച്ചോർഡായിട്ടാണ് പെരുമാറുന്നതൊക്കെ. അത്രയൊന്നും വേണ്ട, കുഞ്ഞു കുട്ടി തന്നെയാണ്. ഓക്കെ, നല്ല ഇഷ്ടമായി എനിക്ക് 2 പെർഫോമൻസും. ആദ്യത്തേതൊരു എന്താ പറയുക, ഇങ്ങനത്തെ ഒരു കോമ്പറ്റീഷനിൽ ബെഫിറ്റിംഗ് ആയിട്ടുള്ള, നമ്മൾ അങ്ങനെ പറയില്ല, ഒരു കോമ്പറ്റീഷന് വേണ്ടി പാടുന്ന സമയത്ത് പ്രിപ്പയർഡ് ആയിട്ട് ആ പാട്ട് സംഗീതമേ പാടി. ഇതാണെങ്കിൽ ഭയങ്കര എൻജോയ് ചെയ്ത് പാടി. ഇതിൻ്റെ അനുപല്ലവിയൊക്കെ വേറൊരു ചേഞ്ച് ഉള്ള ഇതാണ്. അതൊക്കെ മോൾക്ക് തന്നെ അറിയാം എവിടേക്കാണ് കുഞ്ഞു കുഞ്ഞു പ്രശ്നം വന്നേക്കണേ എന്നുള്ളത്. അതിപ്പോൾ അതൊക്കെ മനസ്സിലാവണ ആളാന്ന് ഉള്ളതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അതൊഴുകി നിർത്തി നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര നല്ല പെർഫോമൻസ് ആയിരുന്നു. വെരി നൈസ്. താങ്ക് യു. തീർത്ഥ ഒരു നല്ല മിടുക്കിയാട്ടോ, നല്ല മിടുക്കിയ കേട്ടോ. താങ്ക് യു. അതങ്ങനെ പറയാൻ വെറുതെ പറയുന്നല്ല, അതിൽ സംഭവം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒരു പാട്ട് എങ്ങനെ പാടണം, അതിലെത്ര ശ്രദ്ധ വേണം, ഇതെല്ലാം കൃത്യതയുണ്ട്. ആദ്യത്തെ പാട്ട് പാടിയതിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ മൂമെൻറ്റ്സ് മോള് കൊണ്ടുവന്നിട്ടുണ്ട് ആ കോമ്പസിഷനിൽ. രണ്ടാമത്തെ പാട്ടെന്ന് പറഞ്ഞാൽ അത് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ കൂടുതൽ ശ്രദ്ധയായി പോയോ എന്നൊരു സംശയമുണ്ട്. TKTC പോളിസിയിൽ എങ്ങനെ ആ പല്ലവി ഒന്ന് പാടാന്ന് പാടി കേൾപ്പിക്കാമോ? ഈസി ആയിരിക്കും. ഡോണ്ട് പുട്ട് എഫേർട്ട്. ഓക്കെ, ഈ രീതി മനസ്സിലാക്കി അങ്ങനെ പാടുമ്പോഴത്തേക്കും അതിനൊരു വ്യത്യാസമുണ്ട്, ഭയങ്കര വ്യത്യാസമുണ്ട്. അത് കൂടുതൽ ഓഡിയൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതിനെപ്പറ്റി കൂടുതൽ ശ്രീമാനട്ടൻ പറഞ്ഞുതരും കേട്ടോ. കുട്ടൻ ബാക്കിയെല്ലാം പറഞ്ഞു തന്നു. പക്ഷെ എനിക്ക് ഇവർ രണ്ടുപേരും പറഞ്ഞ പോലൊന്നും വലിയ സംഭവമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഓക്കെ, ആദ്യത്തെ പാട്ട് എപ്പോഴും എല്ലാവരും പാടുന്നതാണ്, കോമ്പറ്റീഷന് എല്ലാവരും പാടും. രണ്ടാമത്തെ ഉദിച്ച തന്നെയും എല്ലാവരും പാടും. എനിക്കങ്ങനെ വലിയൊരു സംഭവമായിട്ടൊന്നും തോന്നിയില്ല. എന്താ പറയുന്നു? നല്ലതായിരുന്നു എന്ന് തോന്നി. അല്ല, എനിക്ക് തോന്നിയില്ല നല്ലതായിരുന്നു. എസ്സോ എനിക്ക് നല്ലതായിട്ടാ തോന്നിയത്. ആണോ? എനിക്ക് കേൾക്കാൻ ഇഷ്ടം. ഞാൻ സാധാരണ കേൾക്കുന്ന ഒരാളെ പോലെ നോക്കുമ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു. പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. തെറ്റൊന്നും അറിയത്തില്ലല്ലോ. ആണോ? എന്തു പറ്റി തീർത്ഥ? അറിയത്തില്ല. അങ്കിള് ചുമ്മാ പറഞ്ഞല്ലേ, വെച്ച് കലക്കി ഒരു നല്ല കൈയടി കൊടുക്കൂ. പേടിപ്പിച്ച് കളഞ്ഞു എന്നെ തീർത്തേനെ. ആദ്യത്തെ ആ സ്വരങ്ങളൊക്കെ അസാധ്യമായിരുന്നു കേട്ടോ. കാരണം സ്വരസ്ഥാനത്ത് തന്നെ സ്വരങ്ങളൊക്കെ വന്നു എന്നുള്ളതിൽ ഞാൻ വളരെയധികം പ്രൗഡ് ഓഫ് യു. കാരണം ആ കാരണം ഈ സ്വരസ്ഥാനങ്ങളെല്ലാം പലരും മാറ്റിയൊക്കെ സ്വരമൊക്കെ പറയും. പാട്ട് പാടുന്ന അതേ ട്യൂണായിരിക്കും, പക്ഷേ ഗായിക്ക് വരും പായെന്നൊക്കെ പറഞ്ഞോളാം. പക്ഷേ ഇത് കറക്റ്റായിട്ട് ആ സ്വരസ്ഥാനങ്ങളൊക്കെ വളരെ കൃത്യമായിരുന്നു. നന്നായിട്ട് പാടി. രണ്ടാമത്തെ പാട്ട് ഈ പറഞ്ഞു തന്നതിൽ കൂടുതൽ കോൺഷ്യസ് ആവുണ്ടായിരുന്നു. പക്ഷെ അതും കുഴപ്പമില്ല. കുട്ടൻ പറഞ്ഞു തന്നപ്പോഴത്തേക്ക് ഗ്രാസ്പ് ചെയ്യാനുള്ള ആ ശക്തി ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വലുത്. ഓൾ ദ ബെസ്റ്റ്, വെരി ഗുഡ്. ഞാനൊരു പാട്ട് പാടുന്ന പാട്ടുകാർ ഒരുപാട് പേരുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഇപ്പം ഇപ്പോഴാണ് ഒരുപാട് പേരിങ്ങനെ പാടുന്ന കുട്ടികൾ. പണ്ട് കാലത്ത് ഇങ്ങനെയൊന്നും നമുക്ക് കാണാനോ കേൾക്കാനോ സാധിച്ചിരുന്നില്ല. മാത്രമല്ല, വീട്ടിലൊക്കെ ഇരുന്ന് പാടിക്കഴിഞ്ഞാൽ അതിനോട് താല്പര്യമുള്ള ആളുകൾ തന്നെ വേണം. അപ്പം ആ സമയത്ത് അപ്പം കച്ചവടക്കാരനാണ്, അയാൾ ആലോചിക്കുക ഈ കൊച്ചൻ പോയല്ലോ, ജീവിതം പോയല്ലോ എന്നാണ് ആലോചിക്കുക. അപ്പം അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത്രയധികം കുട്ടികൾ ഇത്രയും നന്നായിട്ട് പാടുന്നു എന്നൊക്കെ. തീർത്ഥയോട് പറഞ്ഞു ഇഷ്ടം ആരാണെന്ന് വെച്ചാൽ അവരോട് ചോദിക്കാൻ പറഞ്ഞു ഇല്ലേ. ഞാനപ്പോൾ ആ കുട്ടിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ഇരുന്നു. എന്നെ പറയുകയാണെങ്കിൽ എനിക്കൊരു അന്തസ്സല്ലേ. എന്നിട്ട് നേരെ പോയിട്ട് സിത്താരയുടെ അടുത്ത്. അതല്ല, മോളെ എന്നെയാണ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വാനോളം പുകഴ്ത്തിയാൽ. കണ്ടില്ലേ, ഒരു ചാൻസ് മിസ് ചെയ്തില്ലേ. സാരില്ല, പാട്ടൊക്കെ അസലായി.
നന്നായിട്ട് പാടി. ഇവരൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അത് എനിക്ക് കാര്യങ്ങൾ അതിനെപ്പറ്റി അറിയാത്തത് കൊണ്ട്, പക്ഷെ ഇപ്പം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണെന്നുള്ളത്. വേണമെങ്കിലേ കോൺഷ്യസ് ആവേണ്ട കാര്യമുള്ളൂ ചില കാര്യങ്ങളിൽ. അപ്പോഴാണ് ആ സിൻസിയാരിറ്റി എന്ന് പറഞ്ഞ സംഭവം വരുള്ളൂ. തീർത്ത, നമുക്കിനി ആ ലാസ്റ്റ് ഭാഗം നമ്മുടെ സിലക്ഷൻ്റെ കാര്യം എങ്ങനെ റെഡിയാക്കണ്ടേ? നെക്സ്റ്റ് റൗണ്ടിലേക്ക് സെലക്റ്റഡ് ആണോ എന്നിട്ട് നമുക്ക് ചോദിക്കാം. ചോദിക്കാം. ഇത്തവണ ആരുടെ അടുത്ത് ചോദിക്കുക എന്നുള്ളത് വീണ്ടും ചൂസ് ചെയ്യാനൊരു ചാൻസ് തന്നേക്കുക. അറിയാം ഓൾറെഡി ഒരു ചാൻസ് മിസ് ചെയ്തിരുന്നു. സോ പറയൂ, ആരുടെ അടുത്ത് ചോദിക്കണം ഇത്തവണ? ഇതിപ്പോൾ ഒരു പ്രശ്നമുണ്ട്. അതായത് എന്നെയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ശ്രീമാറേട്ടനെ ഔട്ടാക്കും. ശ്രീമാറേട്ടനെയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഔട്ടാക്കും. നമ്മൾ രണ്ടുപേരെയും സെലക്ട് ചെയ്തില്ല, സിത്തുവിനെയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ രണ്ടുപേരും കൂടെ ഔട്ടാക്കും. അപ്പോൾ നേരത്തെ ഞാൻ ഇന്നസെന്റ് അങ്ങളെ വിളിച്ചില്ലല്ലോ. അപ്പോൾ ഇന്നസെന്റ് അങ്കിൾ എന്നെ പറയുന്നതായിരിക്കും നല്ലത്. എൻ്റെ ദൈവമേ, മോളെ ഞാൻ സെലക്ട് ചെയ്തു. ഇന്ന് വരെ എന്നെ കൊണ്ട് ഇങ്ങനെയുള്ള ഒരു കാര്യത്തിനും ആരും വിളിക്കാറില്ല. പക്ഷേ ഇന്ന് എനിക്ക് കിട്ടിയത് വലിയ ഭാഗ്യമാണ്. സെലക്ട് ചെയ്തു. ഓക്കെ, ഓടിച്ചെന്ന് വാങ്ങി. ഓൾ ദി ബെസ്റ്റ് തീർത്ത. അപ്പം നമുക്ക് അടുത്ത റൗണ്ടിൽ കാണാം. ഓക്കെ, പാട്ടാണ് അവളുടെ. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ടോപ്പ് സിംഗർ പവർഡ് ബൈ ചുങ്കർ ജ്വല്ലറിയിലെ അടുത്ത കണ്ടസ്റ്റന്റ് അസ്ന ഫ്രം കരുനാഗപ്പള്ളി. ഹായ് അസ്ന. ഹായ്. എനിക്ക് ഗോൾഡൻ ഷോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു. പോകുമ്പോൾ എനിക്ക് തരുമോ അത്? തരാം. ഓ താങ്ക് യു. അപ്പൊ ആദ്യം ഏത് പാട്ടാ പാടാൻ പോകുന്നത്? അമ്പാടി പൂങ്കുലി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മേലെ പൂമല. ഓക്കെ. ഞാൻ അസ്ന. കരുനാഗപ്പള്ളിയിലാണ് വീട്. ശ്രീബുദാസ് സെൻട്രൽ സ്കൂളിൽ 6ാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു വലിയ പാട്ടുകാരിയാണെന്നാണ്. ടോപ്പ് സിംഗർ എന്ന ഈ പരിപാടിയിൽ എനിക്ക് സെലക്ഷൻ കിട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. അതെ, ബാക്കി വിശേഷങ്ങൾ ഞാൻ പാടിയിട്ട് വന്നിട്ട് പറയാം. അമ്പാടി പൂങ്കുയിലേ പാടുമഞ്ചന പൂങ്കുയിലേ, അമ്പാടി പൂങ്കുയിലേ പാടുമഞ്ചന പൂങ്കുയിലേ, കറുത്ത ചന്ദ്രികയിൽ കാളിന്തി തീരത്തിൽ, കറുത്ത ചന്ദ്രികയിൽ കാളിന്തി തീരത്തിൽ വരുമോ നീ കണ്ണു കുറുമൊഴി പൂഞ്ചൂടുമോ നീ, അമ്പാടി പൂങ്കുയിലേ പാടുമഞ്ചൻ പൂങ്കുയിലേ. ഈ പെർഫോമൻസ് കഴിഞ്ഞു, നന്നായിട്ട് പാടി. ഇനി നെക്സ്റ്റ് ഏതാണ്? മേലെ പൂമല. മേലെ പൂമല. ഓക്കെ, അടിച്ചു പൊളിച്ച് പാടിക്കോട്ടോ. കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ട് പാടണം. ഓക്കെ.
അസ്നക്കുട്ടി, എന്തോ ടെൻഷൻ ഉണ്ടായിരുന്നോ? ചെറുതായിട്ട്. ഈ ഷോള് തരുമോന്ന് ചോദിച്ചാണോ ടെൻഷൻ ഉണ്ടാക്കിയത്? അല്ല. അല്ല? ഓക്കെ, എന്തായാലും നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ചോദിക്കാം. എങ്ങനെ അസ്നക്കുട്ടിയുടെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടോ? അസ്ന, എന്തോ സർ? അസ്ന എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താണ് അർത്ഥം തന്നെ, ആ പേരിൻ്റെ അർത്ഥം തന്നെ റേഡിയൻസ് എന്നാണ്, ഗ്ലോ എന്നാണ്. അപ്പോൾ എന്ത് നല്ലൊരു തിളക്കമുണ്ട്, നല്ലൊരു കാന്തി ഉണ്ടായിരുന്നു താങ്ക് യു സർ. അവിടെ ഇങ്ങനെ ഈ ലൈറ്റിങ്ങിലൊക്കെ അസ്നെ കാണുമ്പോഴത്തേക്കും കേട്ടോ. താങ്ക് യു. പാട്ട് എങ്ങനെ പാടിയെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു കാര്യം പറയാം. അതായത് ചില ആൾക്കാർ സൈക്കിൾ ആദ്യം പഠിക്കാൻ തുടങ്ങണം, കുറേ പ്രാവശ്യം വീഴും ആദ്യമൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാലൻസ് കിട്ടിയാലും ഒരു സംശയത്തിൽ ഇങ്ങനെ പോകും അല്ലേ. പിന്നെയാണ് ഒന്ന് നന്നായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് പാടാൻ തുടങ്ങി. ഇപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു റൂട്ട് എന്ന് പറയുന്നത് ബാലൻസ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ എന്നാലും ഇങ്ങനെ അങ്ങനെ. അപ്പോൾ പാട്ടിൽ അങ്ങനെ ഒരു സ്റ്റഡി അല്ലാത്ത, ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ, ആ സ്റ്റഡിനെസ് വരണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കണം. കുഞ്ഞാണ്, അപ്പോൾ ഞാൻ സ്റ്റഡിനെസ് വേണമെന്നൊക്കെ ഞാൻ പറയുന്നത് ശരിക്ക് അതിൽ യാതൊരു അർത്ഥമില്ല. പക്ഷെ എന്നാലും മൂക്ക് പറഞ്ഞു തരികയാണ്. അതായത് കുറച്ചും കൂടെ അതിന് വേണ്ടി ട്രൈ ചെയ്യണം, കുറച്ചും കൂടെ സ്റ്റഡി ആയിട്ട് പാടാനായിട്ട് ട്രൈ ചെയ്യണം എന്നുള്ളത്. ഈ രണ്ടാമത്തെ പാട്ടാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് ആദ്യത്തെ പാട്ടിനേക്കാളും. മോൾ നന്നായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ ട്രൈ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ബെറ്ററായിട്ട് പാടാൻ പറ്റും. ഓക്കെ, അസ്ന, എന്താ സർ? നല്ല സെലക്ഷൻ. പാട്ട് നല്ല. സൽചൗധരി എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, എനിക്ക് ജീവനാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ഒരു തനതായ ശൈലിയുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്. മോളിന്ന് നന്നായിട്ട് പാടി, പക്ഷേ മോക്കൊരു വിറയലുണ്ട്, ഒരു ചെറിയ പേടി. കുട്ടൻ പറഞ്ഞ പോലെ നമ്മൾ പാടാൻ ചെന്നേക്കും പേടിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള ഇതും കൂടെ ചിലപ്പോൾ ഇതിനെക്കാട്ടി മനോഹരമായിട്ട് പാടുമായിരിക്കാം, പക്ഷെ അത് പേടിച്ചു പോകും. അമ്പാടി അമ്പാടി പൂങ്കുയിലേ പാടുമഞ്ജന പൂങ്കുയിലേ. ഇതിനെ മോള് തുടങ്ങിയപ്പോൾ തന്നെ അമ്പാടി പൂ അങ്ങനെ ആ ഒരു പേടിച്ചിട്ടേ ആ കറക്റ്റ് നോട്ടല്ലോ. അമ്പാടി 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 പൂങ്കുയിലേ പൂങ്കുയിലേ ഏ ആ നാ എന്നാ പാടുന്നത്. അപ്പം അതുപോലുള്ള ഇപ്പം നേരത്തെ പല സൈക്കിളിൽ കയറിയിട്ട് പകുതി വഴി ആയുള്ളൂ. പക്ഷേ പാട്ട് രണ്ടിൻ്റെ സെലക്ഷനും പാടിയതും കുറേ സ്ഥലങ്ങളൊക്കെ ഏറെ നന്നായിരുന്നു, കുറേ സ്ഥലങ്ങളൊക്കെ അങ്ങോട്ട് ഇത് ചെയ്യുകയും ചെയ്തു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അശ്നകുട്ടി നന്നായിട്ട് പാടി. പറഞ്ഞമാതിരി ചില നോട്ട്സ് പഠിച്ചത് തെറ്റിയിട്ടാണ് അശ്ന പഠിച്ചിട്ടുള്ളത്. അപ്പം അതെന്തായാലും പെട്ടെന്ന് ഇപ്പം മാറ്റാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് പഠിച്ച സമയത്തേ പറ്റിയ മിസ്റ്റേക്കാണ് കേട്ടോ. അതർവൈസ് കുറേ നല്ല രസമുള്ള മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ മാതിരി എം ജി സാറും പറഞ്ഞ മാതിരി പാടി ഇങ്ങനെ വരുമ്പം അയ്യോ എന്താ അങ്ങനെ പറ്റിപ്പോയേ തോന്നും. അപ്പം ഇനി അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. ഇന്നസെന്റ് അങ്കിൾ എന്തോ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്സ് എഴുതുന്നത് ഞാൻ കണ്ടു. അപ്പം എന്തൊക്കെയാണ്? അല്ല, ഞാനിപ്പോൾ ഈ വന്നവരെ പുകഴ്ത്തുകയും അല്ലെങ്കിൽ അവർ മോശമാണെന്ന് പറയുന്നതിനേക്കാളൊക്കെ നല്ലത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ MG ശ്രീകുമാറായിട്ടുള്ള ഒരു സംഭവം എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അത് ഞാൻ പറയട്ടെ? അല്ല, പാട്ട് പാടുകയാണെങ്കിലും ഫുട്ബോൾ കളിക്കുകയാണെങ്കിലും ഒരു ചിത്രം വരയ്ക്കുകയാണെങ്കിലും ഒരു ബുദ്ധി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമുക്ക് ഏത് പാട്ട് പാടണം, ആ പാട്ട് പാടുമ്പോൾ അവരെങ്ങനെ ആസ്വദിക്കും. നമുക്ക് ഏറ്റവും നന്നായിട്ട് പാടാൻ അറിയുന്ന പാട്ട് തന്നെ പാടണം. നമ്മൾ ഒരു തെറ്റുകുറ്റങ്ങളൊന്നും അവർ കണ്ടുപിടിക്കാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം മനസ്സിലായത്, ഇരിഞ്ഞാലക്കുട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പാട്ടുകാരൻ പാടാൻ വേണ്ടി വന്നു. പാടാൻ വന്നതിന് ശേഷം ഇരിക്കുന്നവർക്കൊക്കെ താല്പര്യം ഉണ്ടാവും, അവരുടെ മനസ്സിലുള്ള പാട്ട് ഇവർ പാടണം എന്നൊക്കെ. അങ്ങനെ അവരൊരു 3-4 ചെറിയ കടലാസുകളിൽ പൊതിയായിട്ട് പാട്ട് കൊടുത്തു, ഈ പാട്ട് പാടണം. അദ്ദേഹം ആ പാട്ടെടുത്തിട്ട് ഇങ്ങനെ നോക്കി അദ്ദേഹം താഴ്ത്തിട്ടു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ചില പാട്ടുകളൊക്കെ ചിട്ടപ്പെടുത്തി വന്നിട്ടുണ്ട്, അതെവിടെ പാടാൻ പറ്റില്ല, നിങ്ങൾ പറയുന്ന പാട്ട് പാടലല്ല എൻ്റെ പണി. റെഡി എന്ന് പറഞ്ഞിട്ട് പാട്ട് തുടങ്ങി. അപ്പോൾ അതോടുകൂടി ആ ആളുകളെ വെറുപ്പിച്ചു കഴിഞ്ഞു. ഇനി എത്ര നന്നായിട്ട് പാടിയാലും
ആദ്യം തന്നെ ഇഷ്ടക്കേടുണ്ടാക്കി. പിന്നത്തെ വർഷം അതോ അതിൻ്റെ പിന്നത്തെ വർഷം എൻ്റെ അടുക്ക പറഞ്ഞു MG ശിവകുമാറിനെ ഒന്ന് ഓർക്കുന്നുണ്ടോ? അങ്ങനെ ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചു. നമ്മുടെ ഒരു ഇതാണ്, കോളേജിലാണ് ആവശ്യം, കന്യാസ്ത്രീകൾ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ശരി, ഓക്കെ എന്ന് പറഞ്ഞു. ഇദ്ദേഹം പാടാൻ വന്നു. ഞാൻ പാട്ടിൻ്റെ ഈ പറഞ്ഞതിൻ്റെ ബുദ്ധിയുടെ കാര്യമാണ് പറയണേ, പാട്ട് മാത്രം പാടിയോണ്ട് കാര്യമില്ല. അന്നും ഇതുപോലെ തന്നെ പാട്ടൊക്കെ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ആരോ വന്ന് കടലാസുകൾ കൊടുത്തു. ഈ ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് ഇദ്ദേഹം ഒരു കടലാസ് എടുത്ത് അടുത്തതും എടുത്തു, കണ്ണീർ പൂവിൻ്റെ കവിളിൽ. അത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇയാൾക്ക് ഇഷ്ടമുള്ള പാട്ട് പാടി. ഭൂരിപക്ഷം പറഞ്ഞിരിക്കുന്നത് 5 പേര്, 6 പേരിൽ 5 പേരും പറഞ്ഞിരിക്കുന്നത് കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്നാന്ന് പറഞ്ഞിട്ട് ഇയാളാ പാട്ടാ പാടി. അവിടെ ദൂരെ കിഴക്കുതിച്ചു എന്നൊക്കെയാണ് ആൾക്കാർ കൊടുത്തിരിക്കുന്നത്. ഇത് വല്ലത് ഈ പാവപ്പെട്ടവന്മാർക്ക് അറിയോ? അങ്ങനെ ഞങ്ങളുടെ നാട്ടിലുള്ള ആളുകളെ പറ്റിച്ചിട്ട് ഇവിടെ വന്നിരിക്കുക, മനസ്സിലായി? അപ്പം ഞാനിത് പറഞ്ഞത് ഇങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം എന്ന് പറയും. ഒരു പാട്ടുകാരനായാലും പാട്ടുകാരിയായാലും ചെന്ന വഴിക്ക് ആൾക്കാരെ വെറുപ്പിക്കുക എന്ന് പറയുന്നത്. മോളുടെ കാര്യത്തിൽ അതൊന്നും അല്ല കേട്ടോ. ഇത് അങ്കിള് ഇവരൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് അങ്കിളിനെ ചതിച്ച ഒരു കാര്യം പറഞ്ഞതാണ്. എന്തായാലും നന്നായിരിക്കണു, ഇവരൊക്കെ പറഞ്ഞത് തന്നെയാണ് അതിനകത്തുള്ളത്. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇങ്ങനെ ആലോചിക്കായിരുന്നു എന്താ പറയേണ്ടത്. അപ്പോൾ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ സ്റ്റാൻഡ് ബൈ ആണ് എന്ന് പറയാം. നമ്മളിപ്പോൾ സ്റ്റാൻഡ് ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള പാട്ടുകാരുടെ കൂട്ടുകാരന്മാരുടെയും കൂട്ടുകാരികളുടെയും പാട്ട് കേട്ട് നമ്മളതിനെക്കുറിച്ച് വിലയിരുത്തിയിട്ട് നമ്മളെ അറിയിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത റൗണ്ടിൽ അസ്ന ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ 3 പേരും ധരിക്കുന്നത്. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ബാക്കി പാട്ട് കൂടെ കേട്ടിട്ട് നമ്മളത് തീരുമാനിക്കും. ഓക്കെ, തീർച്ചയായിട്ടും തിരിച്ചു വരണമെന്ന് നമ്മൾ 3 പേരും ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ അസ്ന, അപ്പം ടെൻഷനൊന്നും അടിക്കണ്ട. ഇനി അടുത്ത തവണ വരുമ്പം ഒട്ടും ടെൻഷനില്ലാതെ വരണം. ഓക്കെ, നമ്മൾ ഇനി വീണ്ടും കാണും. ഓക്കെ, ശരി. നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീഥിയിൽ നിന്നെ പ്രതീക്ഷിച്ചു നിന്നു ഒരു കൃഷ്ണ തുളസി കതിരുമായി. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ടോപ്പ് സിംഗർ പവർഡ് ബൈ ചുങ്ക ജ്വല്ലറിയിലെ അടുത്ത കണ്ടസ്റ്റന്റ് ഐശ്വര്യ ഫ്രം റാന്നി. ഐശ്വര്യക്കുട്ടി, എന്തൊക്കെയുണ്ട് വിശേഷം? ഒരു വിശേഷമില്ല. ഇവിടെ ഇത്രയും വലിയ സ്റ്റേജിൽ വരാൻ പറ്റിയതൊന്നും വിശേഷമല്ല. വിശേഷമാണ്. ഓക്കെ, എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? 7th സ്റ്റാൻഡേർഡ്. അപ്പൊ ഇന്ന് ഏത് പാട്ടാ പാടാൻ പോകുന്നത്? പൊന്നിടും പൂക്കാലം. ഹായ്, ഞാൻ ഐശ്വര്യ അനിൽകുമാർ. ഞാൻ പത്തനംതിട്ട റാന്നിയിൽ നിന്ന് വരുന്നു. ഞാൻ പഠിക്കുന്നത് സെറൈൻ ക്രിസ്ത്യൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്. എല്ലാവരെയും പോലെ എൻ്റെ ആഗ്രഹം ടോപ്പ് സിംഗർ ആവാൻ തന്നെയാണ്. ഓഡീഷനിൽ സെലക്ട് ആയപ്പോൾ മുതലുള്ള സന്തോഷത്തിലാണ് ഞാൻ. ഇനി എനിക്ക് വേണ്ടത് നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവുമാണ്. അപ്പം ഞാൻ പാടിയിട്ട് വരട്ടെ? പൊന്നുരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു. പൊന്നുരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു. പൊന്നാട് തളിരാട് കാണിക്കയായി തന്നു. കൂടെ
അപ്പോൾ അങ്ങനെ പൊന്നുരുക്കി പൂക്കാലം ഫ്ലവേഴ്സിനെ കൊണ്ടുവന്നു. അതെ. ഓർക്കസ്ട്ര ഇറ്റ് വാസ് ഫെൻറ്റാസ്റ്റിക് കേട്ടോ. കാരണം അതിൻ്റെ ഒരു വയലിൻ സെക്ഷൻ നമ്മുടെ എല്ലാം ഒരു സംഭവം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എല്ലാവരും ജീനിയസുകളാണ്. ഇപ്പം മോളെ അടുത്ത ഏത് പാട്ടാണ് പാടുന്നത്? ചൂളമടിച്ചു കറങ്ങി നടക്കും. ശരി, കറങ്ങി നടക്കും. ചൂളമടിച്ചു കറങ്ങി നടക്കും ചോലക്കുയിലിനു കല്യാണം. ആലിൻ കൊമ്പത്തന്തിറങ്ങണരോലെ ഞാലിക്ക് പൂത്താലി. ആറ്റിലൊളിച്ചു കളിക്കണമീനി കാട്ടിൽ കുറുകുഴലൂതണ കാറ്റ്. ആറ്റിലൊളിച്ചു കളിക്കണമീനി കാട്ടിൽ കുറുകുഴലൂതണ കാറ്റ്. കാൽത്തള കെട്ടി കൈവള ചാർത്തി കല്യാണത്തിന് കൂടണ്ടേ. ചൂളമടിച്ചു കറങ്ങി നടക്കും ചോലക്കുയിലിനു കല്യാണം. ഐശ്വര്യ, ചൂളം അടിച്ച് കറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? അതെ. നന്നായിരുന്നു കേട്ടോ പെർഫോമൻസ്. താങ്ക് യു. ജഡ്ജസ് തിരിച്ചെത്തിയിട്ടുണ്ട് ആള്. ഇവിടെ പൂക്കൾ കാണാൻ പറ്റുന്നുണ്ടോ മോളെ? ഇല്ല, മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ട്. ആ, ഇവിടെ പൂക്കളുണ്ട്. ഫ്ലവേഴ്സ് ചാനലല്ലേ? ഇഷ്ടംപോലെ പല രീതിയിലുള്ള പൂക്കളുണ്ട്. പക്ഷേ ഈ പൂക്കളുള്ള ഈ ഒരു ഗാർഡനിൽ പുതിയൊരു പൂക്കാലം മോളായിട്ട് കൊണ്ടുവരുന്നത് എങ്ങനെയാ? പൊന്നുരുകും പൂക്കാലം എന്ന് പറഞ്ഞ് പാട്ട് പാടിയപ്പോഴാണ്. അതുപോലെ തന്നെ ഇവിടെ ആ പൂക്കാലത്തിൽ ചോലക്കുയിലും എന്നൊരു പാട്ടും പാടി. ഇതിനപ്പുറം എന്താ വേണ്ടത്? ടാലൻറ്റ് എന്നുള്ളത് അത് ജന്മനാ കിട്ടേണ്ടതാണ്. ആ ടാലൻറ്റ് അവിടെ നിന്ന് ഡയറക്റ്റായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്, മോക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മോളൊക്കെ മനസ്സിലാക്കണം. കുഞ്ഞല്ലേ, കുഞ്ഞു മനസ്സല്ലേ, മനസ്സിലാക്കണം. മനസ്സിലാക്കി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് വരണം. ആ ബ്ലെസ്സിങ് ഉണ്ട്. ആ ബ്ലെസ്സിങ്ങിനെ നമ്മൾ നന്നാക്കി രാഗി മിനുക്കി അതിനെ സ്വർണ്ണമാക്കി മാറ്റണം. അതിന് സാധിക്കണം. ചൂളമടിച്ച് കറങ്ങി നടക്കുന്നതിനിടയിൽ ചോല കുയിലിന് ചില ചെറിയ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് എന്ന് കൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ മകളെ. അത് ശ്രദ്ധിക്കണം. ഓക്കെ? ഓക്കെ. ഐശ്വര്യ, തുടക്കം വളരെ ഐശ്വര്യപൂർണ്ണമായിരുന്നു. കാരണം നല്ല ശബ്ദം. താങ്ക് യു. ആദ്യത്തെ ജോൺസേട്ടൻ്റെ ആ പാട്ട് വിത്ത് ഓർക്കസ്ട്ര വന്നപ്പോഴത്തേക്ക് ഐ എൻജോയ്ഡ് ഇറ്റ് ടു മച്ച്, 3 മച്ച്. വളരെ നന്നായിരുന്നു. നന്നായിട്ട് പാടി. അതിൻ്റെ ബാക്കി അതിനൊക്കെ ഈ മൃഗ പാടുമ്പോഴത്തേക്ക് ഞാനൊരു ചെറിയ അഡ്വൈസ് കൂടെയാണ്. അതിൻ്റെ ആ ഒരു പാട്ടിൻ്റെ ഒരു പല്ലവി എന്ന് പാടി. പൊന്നുരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു കൂടെ വാ. ആ, ഇപ്പം കറക്റ്റാണ്. അപ്പം അതിനുവേണ്ടി അത്ര സ്ട്രെയിൻ എടുക്കരുത്. അത്രയും പാടുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് സ്ട്രെയിനാണ് വരുന്നത്. അത് വളരെ ലൈറ്റർ വെർഷൻ എടുത്തോണം കേട്ടോ. ഞാൻ പറഞ്ഞു തന്നേ ഉള്ളേ. ആ പാട്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പക്ഷേ സെക്കൻഡ് സോങ് വന്നപ്പോൾ മോള് അതുപോലെ തന്നെ ഒരുപാട് സംഗതികൾ കൊണ്ടിട്ട് നിറച്ചളഞ്ഞു. അതിനകത്ത് അത്രയും സംഗതി ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. അത്രയും മൃഗ ഉണ്ടോയെന്ന് സംശയമുണ്ട്. ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്ത് വരണം. കാരണം യു ആർ സോ ടാലൻറ്റഡ്. നല്ല ഗാനമേളയ്ക്കൊക്കെ പാടുന്നുണ്ടോ? കണ്ടപ്പോൾ എനിക്ക് തോന്നി. കാരണം ആ ഒരു ടാലൻ്റ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ടാലൻറ്റ് കൈവിടിയരുത്. നമുക്ക് കാണാം. വേറൊന്നുമല്ല, നമുക്കിപ്പം ഈ ഫ്ലവേഴ്സിൻ്റെ ടോപ്പ് സിംഗർ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നമുക്ക് വീണ്ടും നിങ്ങളെയൊക്കെ കാണണം. എന്തായാലും ഇന്നസെൻ്റ് ചേട്ടൻ്റെ അഭിപ്രായം കൂടെ നമ്മൾ കേട്ടിട്ട് ഇതിൻ്റെ ഫൈനൽ ഡിസിഷൻ പറയാം. വന്ന് കയറി നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറയുന്നതിൽ വിഷമില്ലല്ലോ. ഇല്ല. പൊന്നുരുകും
എന്ന് പറയുന്നതിന് മുമ്പ് എൻ്റെ ഉള്ളിൽ തോന്നി കുട്ടിയെ കൊണ്ട് ഇതാവോ എന്ന് തോന്നിപ്പോയി. പക്ഷേ നീ എന്നെ മലത്തി അടിച്ച് കളഞ്ഞു. പിന്നെ ഈ ഇട്ട സംഭവങ്ങൾ, അതിനകത്തുള്ള ഈ തിങ്സൊക്കെ ഇപ്പം അദ്ദേഹം പറയുന്നുണ്ടായി, ശ്രീകുട്ടൻ പറഞ്ഞു അത്രേ ഉണ്ടോ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. എന്നാലും കുഴപ്പമില്ല എന്നുള്ളതാണ്. ഉണ്ടെങ്കിൽ തന്നെ എനിക്കതൊന്നും മനസ്സിലായില്ല. അതൊക്കെ അവർക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് അവരത് പറയുന്നത്. ഗംഭീരമായി കേട്ടോ. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. സിത്തു, ഐശ്വര്യക്കുട്ടി, എന്തോ എല്ലാം വിശദമായിട്ടിരുന്ന് കേട്ടില്ലേ? ആദ്യത്തെ പാട്ട് ഭയങ്കര നല്ലതായിരുന്നു കേൾക്കാൻ. ആ പാട്ട് ഒന്നാമത് ഭയങ്കര ഇങ്ങനെ പ്ലസൻ്റ് ആയിട്ടുള്ള പാട്ടാണ്. അപ്പോൾ അത് ഐശ്വര്യ പാടുമ്പോൾ അതേ ആ ഒരു പാട്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഫീലിങ്ങിനെ കിട്ടുന്നുണ്ടായിരുന്നു. രണ്ടാമത്തെ പാട്ട് പാടിയപ്പോൾ ഒരു ചെറിയ പരിഭ്രമമുള്ളമാതിരി തോന്നി. അനുപല്ലവയൊക്കെ എത്തിയപ്പോഴേ അതിനകത്ത് ഒരുപാട് ഇങ്ങനെ കുറേ സംഗതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫാസ്റ്റ് ആയിട്ടുള്ള പാട്ടാണെങ്കിലും അതിനകത്ത് കുറേ പാടാനുണ്ട്. അപ്പോൾ അതൊക്കെ പാടി വന്നപ്പോൾ ഒരു ചെറിയ വെപ്രാളം തോന്നി. അപ്പോൾ ഒന്ന് നല്ല പെർഫോമൻസ് ആയിരുന്നു, ഒന്ന് ഐശ്വര്യക്ക് ഇതിൽ നന്നായി പാടാമെന്ന് ഇങ്ങനെ തോന്നി. ആദ്യത്തെ പാട്ട് അങ്ങനെ പാടിയ ആൾ രണ്ടാമത്തെ പാട്ട് ഇങ്ങനെ പാടിയാൽ പോരാ അല്ലേ? അപ്പോൾ ഓക്കെ. അപ്പോൾ അതൊക്കെ ഐശ്വര്യക്ക് തന്നെ അറിയാം. നല്ലോണം പ്രാക്ടീസ് ചെയ്യൂ കേട്ടോ. ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ ഇങ്ങനെ കുറേ രണ്ട് പാട്ടും കേട്ട് എല്ലാവരും കൂടി ചേർന്ന് ഡിസൈഡ് ചെയ്തതാണ്. അവൾ തീർച്ചയായിട്ടും വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള സിംഗറാണ്. പക്ഷേ നമ്മുടെ എല്ലാ സിംഗേഴ്സിൻ്റെ എല്ലാ കുട്ടികളുടെയും പാട്ട് കേട്ടതിന് ശേഷം ഉറപ്പായിട്ടും ഐശ്വര്യക്ക് തിരിച്ച് ടോപ്പ് സിംഗറിലെ പാടാൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഇപ്പം സ്റ്റാൻഡ് ബൈ ആണ്. ഓക്കെ ഓക്കെ. ഓൾ ദി വെരി ബെസ്റ്റ് ഐശ്വര്യ. ഇവിടെ കാണാം. നല്ലൊരു സിംഗർ ആവാനാണ് എൻ്റെ ആഗ്രഹം. 4 വർഷമായി ഞാൻ സംഗീതം പഠിക്കുന്നു. ശ്രേയ ഘോഷലിനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞങ്ങൾ ഫസ്റ്റ് ടൈം ബാംഗ്ലൂർ ആയിരുന്നു. ഇപ്പം മോളുടെ ടാലൻറ്റ് മനസ്സിലാക്കി ഞങ്ങൾ നാട്ടിൽ തിരിച്ചു വന്ന് വരികയും മോളെ പാട്ട് പഠിക്കാൻ വിടുകയും ചെയ്തു. പൂക്കാലം നിന്നെ കാണാൻ വന്നു ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ടോപ്പ് സിംഗർ പവർഡ് ബൈ ചുങ്കർ ജ്വല്ലറിയിലെ അടുത്ത കൊച്ചു മിടുക്കൻ കൗശിക് ഫ്രം കാലിക്കറ്റ്. പാരീസ്, ലണ്ടൻ, ന്യൂയോർക്ക് ഇവിടെയൊക്കെ പോയിട്ടുണ്ടോ? ഇല്ല. എന്നാ ഇവിടെ ഒക്കെ പോയ ഒരാളുണ്ട്. ആരാ? ഇന്നസെന്റ് അങ്കിൾ. ഇതാണ് കൗശിക് ഫ്രം കാലിക്കറ്റ്. അപ്പൊ കുറെ കഥകളൊക്കെ ഉണ്ടാവുമല്ലോ, കുറെ നാടൊക്കെ കണ്ടതിന്റെ വിശേഷങ്ങളൊക്കെ കുറേ ഉണ്ടാവും. ഞാൻ അതൊന്നും പറയണില്ല. കാരണം ഇത് അവസാനം നമ്മുടെ വീട്ടിലിരുന്ന് ഭാര്യയൊക്കെ കാണുമ്പോൾ കുടുംബത്ത് വഴക്കുണ്ടാവും. അതൊക്കെ അങ്ങനെ എന്നെ മൂടി വെക്കാൻ നല്ലത്. എൻ്റെ പേര് കൗശിക വിനോദ്. ഞാൻ കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിൽ നിന്ന് വരുന്നു. എനിക്ക് മുൻപേ കുറേ പേർ പാടി, അവർ നല്ലോണം പാടി. കുറേ പേർ ഇന്നായി, കുറേ പേർ ഔട്ടായി. ഇനിയിപ്പം എൻ്റെ കാര്യം എന്താണെന്ന് അറിയില്ല. എല്ലാവരും പ്രാർത്ഥിക്കുക, അനുഗ്രഹിക്കുക. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5th. ഏത് സ്കൂളിലാണ്? AMUP സ്കൂളിൽ. അപ്പം ഇന്ന് ഏത് പാട്ടാ പാടണേ? ഇന്ന് മറന്നുപോ പൂമകളെ ഒരു മധുര കിനാവിൻ. അടിപൊളി. നല്ലോണം പ്രാക്ടീസ് ചെയ്തോ? ഓ ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. നല്ലോണം അടിച്ച് പൊളിച്ച് പാടിക്കോളൂ കേട്ടോ. താങ്ക് യു. മറന്നുവോ പൂമകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ? മറന്നുവോ പൂമകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ? അകലെ കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ, അകലെ കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ
മറന്നുവോ പൂമകളെ, എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ. കൊതിച്ചിരുന്നു മറന്നു പൂമകളെ, എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ. കൗശിക്, എന്താ സാർ? അപ്പൊ മറന്നുവോ ആരെക്കുറിച്ചാണ് ഇത് ഓർത്ത് പാടിയത്? ആരെക്കുറിച്ചുമല്ല. ഞാൻ അറിഞ്ഞത് ഭയങ്കര കുസൃതി കുട്ടനാണ്, അദ്ദേഹത്തിന് ഇനി ഓടിയാൻ ഒരു കൈയും കൂടെ ഉള്ളെന്ന് പറഞ്ഞു. ശരിയാണോ? ഓക്കെ, ഈ കാല് മാത്രം. ആ കാല് മാത്രമേ ഉള്ളൂ ഇനി ഓടിയാൻ, ബാക്കിയെല്ലാം ഒടിഞ്ഞോ? ഓ, ഏതൊക്കെ ഒടിഞ്ഞു? ഇതൊടിഞ്ഞു, ആ ഇതൊടിഞ്ഞു, ആ ഇതൊടിഞ്ഞു. പിന്നെ അതും കൂടെ ഒടിച്ചോളാം, എന്തിനു മിച്ചം വയ്ക്കുന്നേ? കാരണം ഒരു യൂണിഫോമിറ്റി ആയിക്കോട്ടെ. അതൊടിയാൻ ഞാൻ കുറെ ശ്രമിച്ചു. ആ, ഒടിയുന്നില്ല, പക്ഷെ പറ്റിയില്ല. എന്താ എങ്ങനെ ഒടിയുന്നത്? ഫുട്ബോൾ കളിച്ചാണോ അതോ? ഫുട്ബോൾ അല്ല, ഞാൻ ചെറിയടുത്ത് ഈ സ്കൂളിന്റെ ജനയില് വീണു ഒന്ന്, പിന്നെ സൈക്കിളിൽ ഓടിക്കുമ്പോൾ വീണു ഒന്ന്, പിന്നെ സൈക്കിളിന്റെ വീലിന്റെ ഉള്ളിൽ കൂട്ട കാല്. അപ്പൊ കൗശിക്കിന് ഒരു പേര് നമുക്കിടാം. കൗശിക്കിന് ഒരു പേര് നമുക്കിടാം, ഒടിയൻ. ഒടിയൻ. അപ്പൊ ഒടിയൻ ഏതാ അടുത്ത പാടുന്നത്? ഒരു മധുരക്കിനാവിൻ. ആ, അടിച്ചു പൊളിക്ക് കേട്ടോ. ഓക്കെ സർ. ഓക്കെ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുള്ള പൂവി
കൗശിക്. എന്തോ ചേച്ചി? അപ്പൊ സിംഗർ അല്ല, ഡാൻസർ ആണ്. രണ്ടും കൂടി. ഞാൻ വിചാരിച്ചു ഇനി ഒടിയാൻ ഒരു കാലൂടെ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൂടെ ഈ പെർഫോമൻസ് കൊണ്ട് ഒടിയുന്നു. എന്തൊരു പെർഫോമൻസ് ആയിരുന്നു. എല്ലാരും ഒരു കൈയടി കൊടുത്ത്. ജഡ്ജസ്, എങ്ങനെയുണ്ടായിരുന്നു കൗശിക്കിന്? എന്തോ ചേച്ചി? ഇത് ശരിക്കും പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ സെക്കൻഡ് വൺ. താങ്ക് യു. ടോട്ടലി അത് കൗശിക് അതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് വന്ന് ഇന്ന സ്റ്റെപ്പ് ഇന്ന സ്ഥലത്ത് കളിക്കാന്നുള്ള പ്ലാൻ ഒന്നുമല്ല. യു ആർ ജസ്റ്റ് എൻജോയിങ്, ഇങ്ങനെ ആസ്വദിച്ച് ചെയ്യായിരുന്നു. അത് എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ്, അതിന്റെ റിയാക്ഷൻ ആണ് ആ വിസിലടിയും കയ്യടിയും കേട്ട് കിട്ടിയത്. ബ്യൂട്ടിഫുൾ, തകർത്തു. സെക്കൻഡ് സോങ് പ്രത്യേകിച്ചും. ഫസ്റ്റ് സോങ് ഭയങ്കര പാടാൻ ഒരുപാട് എന്താ പറയുക, അത് ഹെവി ആയിട്ടുള്ള പാട്ടാണ്. അത് പാടി ഫലിപ്പിക്കാനുണ്ട്, ഒരുപാട് ഇമോഷണൽ ഡീറ്റെയിൽസ് ഒക്കെ ഉള്ള പാട്ടാണ്. അപ്പം അതെങ്ങനെ പാടി എന്നുള്ളത് സാറ് പറഞ്ഞു തരും, അങ്കിൾ പറഞ്ഞു തരും, എല്ലാവരും പറഞ്ഞു തരും. ഈ സെക്കൻഡ് പെർഫോമൻസ് ഞാൻ thoroughly എൻജോയ് ചെയ്തു. പൊളിച്ചടുക്കി. സൂപ്പർ. എന്താണ് ഇങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി? ഞാൻ വിചാരിച്ചു ഞാനൊക്കെ ഇത് ചെയ്താൽ മിക്കവാറും ബാക്കി കാണൂല. എന്തൊക്കെയാണ് അതിൻ്റെ ഓരോ മൂവ്മെൻറ്റ്സ്, അതിൻ്റെ ഡൈനമിക്സ്, അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി, അതിൻ്റെ എന്താണ്, അതൊരു ജീനിയസ് ആണ്, ജീനിയസ് അറ്റ് വർക്ക്. അതുപോലെയാണ് അത് ഡാൻസ് ചെയ്തേക്കാം. അത് കാണാനൊരു സ്പെക്ടാക്കിൾ തന്നെയായിരുന്നു കേട്ടോ. അത് തണ്ടർ ബോൾട്ടായിട്ടൊക്കെ സൂപ്പർ. പിന്നെ ആദ്യത്തെ പാട്ട് ഓഫ് കോഴ്സ് അത് എനിക്ക് തോന്നുന്നു മോന് കുറച്ചും കൂടെ ഒരു മെച്യൂരിറ്റി വരുമ്പോഴായിരിക്കും മോനെ കുറച്ചും കൂടെ വലുതായി കൂടുതൽ സംഗീതമൊക്കെ പഠിച്ച് വരുമ്പോഴായിരിക്കും ആ പാട്ടൊക്കെ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് പാടാൻ പറ്റുന്നത്. പക്ഷെ ഈ വയസ്സിന് ആ പാട്ട് നന്നായിട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ അവിടെയും ഒരു പോസിറ്റിവിറ്റിയാണ് അങ്കിൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഒരു മധുര കിനാബ് പോലെ ഇരുന്നു. വെരി സ്വീറ്റ് ഡ്രീം ഇറ്റ് വാസ്. വെരി നൈസ്. താങ്ക് യു സർ. നീ കലക്കിയല്ലടാ മോനെ. ഡാൻസ് സൂപ്പറായിരുന്നു. അപ്പം ചിലപ്പം പറയാൻ പറ്റത്തില്ല, ഭാവിയിലൊരു നല്ല അഭിനേതാവായിട്ട് മാറിയാലോ, ബാലതാരമായിട്ട് വന്നിട്ട് ഒരു സൂപ്പർ സ്റ്റാറായിട്ട് മാറാൻ ഉള്ള സാധ്യതയുണ്ട്. കാരണം ഡാൻസ് നന്നായിട്ട് ചെയ്യുന്നു. കാരണം ആദ്യത്തെ പാട്ട് പാടിയപ്പോഴേ ഞാൻ ആ എക്സ്പ്രഷൻ നോക്കി. രണ്ടാമത് ഡാൻസ് ചെയ്തപ്പോഴത്തേക്ക് അടിച്ച് പൊളിച്ചങ്ങ് ഡാൻസ് ചെയ്തു. ഇന്നസെന്റ് അങ്കിൾ, എങ്ങനെയുണ്ടായിരുന്നു മധുരക്കിനാവ് ഡാൻസും പാട്ടും? അസലായിരുന്നു. മാത്രമല്ല ഇപ്പം ഈ പ്രായം നമുക്കറിയാം, തീരെ പ്രായം കുറഞ്ഞ ചില കുട്ടികൾക്ക് ഒരു സഭാകമ്പം എന്ന് പറയുന്നത് ഉണ്ടാവില്ല. രണ്ട് കാര്യങ്ങൾക്കുണ്ട്, അങ്ങനെയുണ്ട്. ഒന്നിനെ പറ്റി അറിയില്ല, പിന്നെ എന്ത് സഭാകമ്പം, ആരൊക്കെ എവിടെ ഇരുന്നോട്ടെ. പക്ഷെ ഇവനെ സംബന്ധിച്ചിടത്തോളം അവന് കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ ഒരു വീടിൻ്റെ അകത്ത് നിന്ന് ആ കുട്ടിയുടെ വീട്ടുകാരുടെ മുമ്പിൽ കളിക്കുന്നത് പോലെ നാണമിട്ട് അവൻ പാടിക്കളിച്ചു എന്നുള്ളതാണ് വലിയ കാര്യം. പിന്നെ നിങ്ങളൊരു പന്ത് കളിക്കാരനാണ് എന്ന് പറയുന്നത് കേട്ടു, ആണോ? ഫുട്ബോൾ കളിക്കും. മെസ്സിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട താരം അല്ലേ? അത് നല്ലത്. ഞാനും ഒരു പന്ത് കളിക്കാൻ വേണ്ടി നടന്ന ആളാണ്. ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ചത് അതെന്താ കാരണം എന്ന് വെച്ചാല് ഒരാളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് ബോൾ മേടിച്ച് ഗോളടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാനൊരു ഇന്നസെന്റ്, ഒരു പാവാണ്. അതുകൊണ്ട് ഞാൻ ബോൾ കൊണ്ടുപോകുമ്പോൾ ആരെങ്കിലും വരികയാണെങ്കിൽ ഞാൻ അവന് കൊടുക്കും. മനസ്സിലായോ? നമ്മുടെ മനസ്സിന്റെ ഇതുകൊണ്ട് നീ അങ്ങനെ ആവണ്ട, കളിച്ചോ കേട്ടാ. അപ്പോൾ ഒരു നല്ല കളിക്കാരനാണ്, പാട്ടുകാരനാണ്. അതിൽ ഏതിലെങ്കിലും ഒന്നിൽ മുറുകെ പിടിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ ഓക്കെ. ഒരു മെസ്സിയുടെ പോലെ തോന്നുന്നില്ലേ? പക്ഷെ ഇതൊന്നും കൊണ്ട് നമ്മൾ ഇല്ലാക്കുന്ന വിചാരിക്കണ്ട. സെലക്ഷനെ കുറിച്ച് ഒന്നും അറിയാം. അത് വേണോ വേണ്ടെന്നുള്ളത് നമ്മുടെ MG ആണ് തീരുമാനിക്കട്ടെ. ഒടിയൻ മെസ്സി, കൺഗ്രാറ്റുലേഷൻസ്, യു ആർ സെലക്ടഡ് ഫോർ ദ നെക്സ്റ്റ് സ്റ്റേജ്. സെലക്ഷൻ കിട്ടിയതിന്റെ സന്തോഷമാണ് ഇപ്പൊ കണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി വീണ്ടും കാണാം കേട്ടോ. ഓൾ ദി വെരി ബെസ്റ്റ്. We're unstoppable.
നമ്മുടെ കണ്ടസ്റ്റൻസിന്റെ വളരെ ടൈറ്റ് കോമ്പറ്റീഷൻ ആണ് ഇവിടെ നടക്കുന്നത്. സോ എന്തായാലും നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ടോപ്പ് സിംഗർ പവർഡ് ബൈ ചുങ്ക ജ്വല്ലറിയിൽ ചെറിയൊരു ബ്രേക്ക്. ശ്രീജി, എനിക്ക് തോന്നുന്നത്, എനിക്കും കുട്ടനും എല്ലാവർക്കും തോന്നുന്നത്, നമ്മൾ ആ ഡാൻസ് ഒക്കെ ചെയ്തില്ലേ, ആ ചിമിട്ട്, എനിക്കൊരു ഫുട്ബോൾ വാങ്ങിത്തരണം എന്നവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ടോപ്പ് സിംഗർ പവർഡ് ബൈ ചുങ്ക ജ്വല്ലറിയിലെ ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമർ ആരാന്ന് അറിയാനുള്ള സമയമാണിത്. സോ ജഡ്ജസ്, ആരാണ് ബെസ്റ്റ് പെർഫോമർ? എനിക്ക് തോന്നുന്നത്, എനിക്കും കുട്ടനും എല്ലാവർക്കും തോന്നുന്നത്, നമ്മൾ ആ ഡാൻസ് ഒക്കെ ചെയ്തില്ലേ, ആ ചിമിട്ട്, ഇങ്ങനെ ഗിത്താറിന്റെ സ്റ്റെപ്പ് ഒക്കെ ഇട്ടിട്ട്, അത് തന്നെ കൗശികി. അവിടെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ വെച്ചിട്ടുണ്ട്, ഓടിപ്പോയിട്ടു. ക്യൂട്ടീസ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ ആണ് കൗശികിന് കിട്ടിയിരിക്കുന്നത്. താങ്ക് യു ഇന്നസെന്റ് അങ്കിൾ. മോൻ ചെറുപ്പം മുതലേ സംഗീതത്തോടും ഡാൻസിനോടും കളിയോടും താല്പര്യമായിരുന്നു. എനിക്ക് പാട്ടെന്ന് വെച്ചാൽ വളരെ ഇഷ്ടമാണ്. പിന്നെ പാട്ടല്ലാതെ എനിക്ക് ഫുട്ബോൾ വളരെ ഇഷ്ടമാണ്. ഞാൻ മെസ്സിയുടെ കടുത്ത ആരാധകനാണ്. എനിക്ക് ഈ റിയാലിറ്റി ഷോയിൽ സെലക്ഷൻ കിട്ടുകയാണെങ്കിൽ എനിക്കൊരു ഫുട്ബോൾ വാങ്ങിത്തരണം എന്നവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനും ഒരു മെഡൽ വാങ്ങും, ഉറപ്പായിട്ടും ഞാൻ മെഡൽ വാങ്ങും. അടുത്ത റൗണ്ടിലേക്കുള്ള സെലക്ഷൻ എനിക്കും കിട്ടും എന്ന ഉറച്ച പ്രതീക്ഷ എനിക്കുണ്ട്.